അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഡാനി പോൾ ഉണ്ട് വിവരങ്ങളുമായി. അതിരപ്പള്ളിയിൽ നിന്ന് ഡാനി, നിലവിൽ ഏതുവരെയായി ഈ ദൗത്യം? ശ്രീചേത ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു എന്നതാണ്. അതിനെ മറ്റേ അനിമൽ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിനിപ്പോൾ എസ്കോർട്ട് പോകാനുള്ള വാഹനങ്ങളടക്കം വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ വാഹനങ്ങളടക്കം തയ്യാറായിരിക്കുന്നു. എന്തെങ്കിലും ഒരു അവശ്യ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം ഉൾപ്പെടെ അനുഗമിക്കുന്നുണ്ട്. അവർ കൂടി ഇതിനൊപ്പം ചേരുന്നു. അങ്ങനെയുള്ള ഒരു വാഹനങ്ങൾ, പൈലറ്റ് വാഹനങ്ങളടക്കം തയ്യാറായിരിക്കുന്നു എന്നതാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാത്ത, മറ്റു വാഹനങ്ങൾ കടത്തിവിടാത്ത വഴിയാണ് ഇവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതാണ്ട് കോടനാട്ടേക്ക് 30 കിലോമീറ്ററോളം ദൂരമാണ് ഈ വഴി പോകുമ്പോഴുണ്ടാകുന്നത്. ഇവിടേക്ക് വരുന്ന മറ്റ് ഉപറോഡുകൾ ഇവിടെ എല്ലാം തന്നെ പൂർണ്ണമായും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് മറ്റു വാഹനങ്ങൾ കടന്നു വരാതിരിക്കാനും അഭിമുഖ വാഹനങ്ങൾ എത്താതിരിക്കാനുമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ആ ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണമായും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നതാണ്, ആനയെ കൊണ്ടുപോകുക എന്നതാണ്. ആനയെ അതിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു. കുങ്കി ആനകളുടെ സഹായത്തോടുകൂടി അതിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കുങ്കി ആന മാത്രമാണ് ഇപ്പോൾ ഉള്ളത്, ഭാഗത്തുള്ളത്. അത് 3 കുങ്കി ആനകളും ഈ ഭാഗത്ത് ഉണ്ട്. ഏതായാലും ഇതിന് തൊട്ടടുത്ത് നിന്ന് മാറിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനമോ മറ്റു കാര്യങ്ങളോ അത് കൂടി കണക്കിലെടുക്കുന്നു എന്നതാണ്. കാരണം അതുള്ളത് മറ്റ് ആനകൾ കൂടി ഈ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഏഴാറ്റുമുഖം കൊമ്പനെത്തിയതുപോലെ ഇത് ആനകളുടെ ഒരു പൊതുവിഹാര കേന്ദ്രമാണ് എന്നെല്ലാം തന്നെ പറയേണ്ടതാണ്. ഇപ്പോൾ അത് മൂവ് ചെയ്തിരിക്കുന്നു, വാഹനം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു എന്നതാണ്. വാഹനം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. അനിമൽ ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആനയുമായിട്ടുള്ള മുന്നോട്ട് പോവുകയാണ്, ആംബുലൻസ് മുന്നോട്ട് പോവുകയാണ്. അതിനൊപ്പം തന്നെ മറ്റ് പൈലറ്റ് വാഹനങ്ങളുണ്ട്. അനിമൽ ആംബുലൻസ് മുന്നോട്ട് നീങ്ങുന്നു. ഇനി കോടനാട്ടേക്കാണ് ഉള്ളത്. മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്കുള്ള വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്ന രീതിയിലുള്ള ആ ദൗത്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഉള്ളത്. ഇപ്പോൾ ആനയെ അതിന് മറ്റേ കുങ്കിയാനകളും സമീപമുണ്ട്. അതിനുശേഷം ഇപ്പോൾ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ വാഹനം അല്പസമയത്തിനകം തന്നെ റോഡിലേക്ക് ഇറങ്ങുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അവിടേക്ക് വളരെ പെട്ടെന്ന് എത്താവുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. റോഡിൽ മറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൈലറ്റ് വാഹനങ്ങളുണ്ട്. ഇതിനുശേഷം വളരെ പെട്ടെന്ന് കോടനാട്ടേക്ക് എത്തുക എന്നതാണ് ഉള്ളത്. ഇപ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങുന്നു. അനിമൽ ആംബുലൻസ് മുന്നോട്ട് നീങ്ങുന്നു. മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനായി വനം വകുപ്പ് നടപ്പാക്കിയ ആ ദൗത്യം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് കോടനാട്ടേക്ക് അനിമൽ ആംബുലൻസിൽ ആനയെ കൊണ്ടുപോവുകയാണ്. അതിന് പിറകെ നോക്കുക, മറ്റ് 3 കുങ്കി ആനകളും എത്തിയിരിക്കുന്നു. ദൗത്യം അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. ദൗത്യം പൂർത്തീകരിച്ച് ഇപ്പോൾ അതിന് പിറകെ 2 കുങ്കി ആനകൾ കൂടി നടക്കുന്നു. ഏതായാലും അനിമൽ ആംബുലൻസ് മുന്നോട്ട് പോവുകയാണ്. അല്പസമയം, ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് എവിടേക്ക് ചേരാൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ വളരെ പെട്ടെന്ന് കോടനാട്ടേക്ക് എത്തിക്കുക. അതിനുശേഷം മറ്റ് ക്രമീകരണങ്ങളിലേക്ക് ആരോഗ്യസ്ഥിതി നമുക്ക് പറയാനായിട്ടില്ല. സെഡേഷനിലാണ്, ഫുൾ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എത്ര സമയം എടുത്തു? 7:15 തുടങ്ങി 7:50 ലോഡ് ചെയ്യുന്നവർ കയറുന്ന വരെയുള്ള ടൈം. ആശങ്ക നമ്മൾ തീർച്ചയായിട്ടും ആശങ്കയില്ല. സ്റ്റാൻഡിംഗ് സെഡേഷൻ നമ്മൾ ലാറ്ററൽ സെഡേഷനായി അത്രയും അല്ല. അപ്പൊ ഇതിപ്പോ ഇനിയിപ്പോ എത്ര പെർസെന്റേജ് പൂർണ്ണമായി
നമുക്ക് പറയാം. ഞാൻ പോട്ടെ, അങ്ങനെ പോകുന്നു. ഓക്കെ. എന്തെങ്കിലും പ്രതിസന്ധി ഇതിന്റെ ഇടയിൽ നേരിട്ടിരുന്നോ? വലിയൊരു ദൗത്യത്തിനൊടുവിൽ മടങ്ങുകയാണ് ഡോക്ടർ. ഓക്കെ, താങ്ക് യു. വലിയൊരു ദൗത്യത്തിനൊടുവിൽ മടങ്ങുകയാണ് ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം. സെഡേഷനിലാണ് ആനയുള്ളത്. അതുകൊണ്ട് തന്നെ ആ സെഡേഷൻ വിട്ടുമാറിയാൽ മാത്രമേ എത്രത്തോളം സ്റ്റേബിളാണ് ഈ ആനയുടെ അവസ്ഥ എന്നറിയാൻ കഴിയുള്ളൂ. അതിനനുസരിച്ചായിരിക്കും ചികിത്സ ഫലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ പരിക്കുമായി തന്നെയാണ് ഈ ആന പോകുന്നത്. അതിന് ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകിയിരുന്നെങ്കിലും അത് അത്ര കണ്ട് ഫലിച്ചില്ല. ഈ വന്യമൃഗങ്ങളിൽ ചികിത്സ നൽകുന്നത് എപ്പോഴും അങ്ങനെയാണ്. അതിൻ്റെ ആദ്യഘട്ടമാണ് മരുന്ന് നൽകി വിട്ടയക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം അതിനെ മയക്കുവെടി വെച്ച് ഒരു മനുഷ്യൻ്റെ മേൽനോട്ടത്തിൽ ചികിത്സ നൽകുക എന്നത് അടുത്ത ഘട്ടമാണ്. ആ രീതിയിൽ തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ കൊമ്പനെ കോടനാട്ടേക്ക് കൊണ്ടുപോകുന്നത്. ആ ദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ച കുങ്കിയാനകളാണ് മുന്നിൽ നടന്നു പോകുന്നത്. അവരവരുടെ ദൗത്യം നിർവഹിച്ച് കുഞ്ചുവും വിക്രമും ഒപ്പം കോന്നി സുരേന്ദ്രനും അവർ മൂന്നാളും മടങ്ങുകയാണ്. വനം വകുപ്പിന്റെ ഏറ്റവും വിശ്വസ്തരായ കുങ്കിയാനകളാണ് ഈ മൂന്ന് പേരും. ദിവസത്തെ ആ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മനസ്സിൽ ആർദ്രതയുള്ള മനുഷ്യർക്കൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ണിൽ നനവ് പടർത്തുമെന്ന് ഉറപ്പാണ്, ഞാൻ ഉൾപ്പെടെ. അത്ര ഹൃദയപൂർവ്വമാണ് ഇന്ന് രാവിലെ ആ മുറിവേറ്റ ആനയെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന ആ കാട്ടാന ചേർത്ത് നിർത്തിയത്. അതിന് മയക്കുവെടി ഏറ്റ ശേഷമുള്ള നിമിഷങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ആ മയക്കുവെടി ഏറ്റ സമയം തൊട്ട് മുറിവേറ്റ ആനയെ ചേർത്ത് പിടിക്കുന്ന ആ ഗണപതിയുടെ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ തൊടുകയാണ്. ഒരു വനംവകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് ഇപ്പോൾ കാണുമായിരുന്നു. അത് പറയുകയായിരുന്നു, ആന എന്ന് പറയുന്ന ആനയുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് മനുഷ്യന് ആലോചിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. സ്നേഹമാണെങ്കിൽ സ്നേഹം, അതല്ല ശത്രുതയാണെങ്കിൽ പിന്നെ അവസാനം. അതേ ഉള്ളൂ. മനുഷ്യനെ പോലെയല്ല. അതിനിടയിലുള്ള ഇടയ്ക്കുള്ള മീഡിയം ലെവൽ ഒന്നുമില്ല മൃഗങ്ങൾക്ക്. സ്നേഹമാണെങ്കിൽ ഇതാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാനുണ്ട് കൂടെ, ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആ ഉറപ്പ് നൽകലാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മനോഹരമായ ദൃശ്യം. ന്യൂസ് 18 പ്രേക്ഷകർ തത്സമയം തന്നെ ആ ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിലൂടെ കണ്ടു. പക്ഷെ ആ ചേർത്ത് പിടിക്കലിനൊടുവിൽ കുഴഞ്ഞു വീണുപോയ ആനയെ തനിച്ചാക്കിയാണ് ഏഴാറ്റുമുഖം ഗണപതിക്ക് മടങ്ങേണ്ടി വന്നത്. അപ്പോഴും ആ നിമിഷം വരെ, ആ വീഴുന്ന നിമിഷം വരെ കൂടെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. എത്ര മനോഹരമായിരുന്നു ആ ദൃശ്യങ്ങൾ എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചേർത്ത് പിടിച്ച് കൂടെ നിർത്തി, തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് കൂടെ നിർത്തിയിരിക്കുകയായിരുന്നു. ആ മസ്തകത്തോട് ചേർത്താണ് അതിനെ നിർത്തിയിരിക്കുന്നത്. അതിനൊടുവിലാണ് ആ സെഡേഷനിൽ ആന കുഴഞ്ഞു വീഴുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മറ്റേ ആനയെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ചികിത്സ നൽകുകയും